ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 12-ാം അധ്യായത്തിൽ റഹബയാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും ദൈവത്തിൽ നിന്നകന്നു, ദൈവത്തിൻ്റെ നിയമങ്ങളെ മറന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്നൊരു പ്രശ്നം ഇതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവസന്നിധിയിൽ കരയുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രശ്നം മാറിക്കഴിഞ്ഞ് സ്വസ്ഥമാകുമ്പോൾ ദൈവത്തെ നമ്മൾ മറക്കുന്നു. മനുഷ്യഭാഗത്തുണ്ടാകുന്ന ഏറ്റവും നീചമായ ഒരു പ്രവർത്തനമാണിത്. വഴി നടത്തിയവനായ ദൈവത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. ദാവീദ് 23-ാം സങ്കീർത്തനം പറഞ്ഞ്, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. എനിക്ക് മുട്ടുണ്ടാകത്തില്ലായിരിക്കുമെന്നല്ല പറഞ്ഞത്, ഉണ്ടാവുകയില്ല. കാരണം ഞാൻ ഒരാടായി അവൻ്റെ ഇടയത്വത്തിന് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളും നന്മയുടെ ഘട്ടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും അദ്ദേഹം ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തി. അത്രമാത്രം ഇസ്രായേലിൻ്റെ ഒരു അറിയപ്പെട്ട രാജാവായി, എന്നും എക്കാലവും ജനം വാഴ്ത്തുന്ന രാജാവായി മാറുവാൻ കാരണം അതാണ്. എന്നാൽ ഈ റഹബയാമിൻ്റെ കാലം വന്നപ്പോഴേക്കും അവർക്ക് സംഭവിച്ചതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ദൈവത്തോട് അവർ നിലവിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. അവിടെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവയായ ദൈവം പറഞ്ഞു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. മരുഭൂമിയിൽ ആശ്രയം വയ്ക്കാൻ ഒന്നുമില്ലാത്തതിനാൽ ദൈവത്തോട് ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. കനാനിൽ വന്ന് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അതേ ദൈവത്തെ ആ ജനം മറന്നുവെന്നുള്ളതാണ്. താഴോട്ട് യഹോവയുടെ ഒരുപാട് വിലാപം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം എന്നും കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതിനാൽ യഹോവയായ ദൈവം ഈജിപ്റ്റിനെ രാജാവിനെ ഇവർക്കെതിരാക്കുകയാണ്. അവർ വന്ന് ഇവരെ ആക്രമിക്കുന്നു. അപ്പം അതോട് ചേർന്ന് മറ്റ് ചില ചെറിയ രാജ്യങ്ങളും ഈജിപ്റ്റുകാരോട് ചേർന്ന് റഹബയാമിനോട് യുദ്ധത്തിന് വരുന്നതായി നമ്മളിവിടെ വായിക്കുകയാണ്. അപ്പം യെശയ്യാ പ്രവാചകൻ വന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത്? ദൈവം യഹോവയായ ദൈവം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവം നമ്മെ ഉപേക്ഷിക്കും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രാഹാമിനോട് പരിച്ഛേദന എന്ന ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞത്, ഇത് ഞാനും നീയുമായുള്ള ഒരു വലിയ ഉടമ്പടിയാണ്. നീ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമായിരിക്കും. എന്ന് നീ ലംഘിക്കുന്നുവോ അന്ന് ഞാൻ നിൻ്റെ ദൈവമോ നീ എൻ്റെ ജനമോ ആയിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള വലിയ സ്നേഹബന്ധത്തിൽ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. നമ്മൾ 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ടു, കർത്താവ് നീതിമാനെന്നവർ ഏറ്റുപറഞ്ഞു. ഇങ്ങനെ ഒരു അറിയിപ്പ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായപ്പോൾ പെട്ടെന്ന് അവർക്ക് അനുദപിക്കാനുള്ള ഒരു മനസ്സ് വന്നു. അപ്പോൾ യഹോവ എന്താണ് അവരോട് പറഞ്ഞത്?
അവർ സ്വയം താഴ്ത്തിയതിനാൽ ഞാൻ അവരെ നശിപ്പിക്കുകയില്ലെന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് അരുളിച്ചെയ്യുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വലിയ സ്വഭാവം. നമ്മൾ എത്രമായ കഠിനമായ പാപം ചെയ്താലും അനുദപിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നമ്മെ സ്നേഹിക്കുവാൻ ദൈവം സന്നദ്ധനാണെന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ പാപം എത്ര കഠിനമായിരുന്നാലും മഞ്ഞുപോലെ അതിനെ ശുദ്ധീകരിക്കാമെന്ന് പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. ദൈവം നമ്മൾ എളിമയോടും താഴ്മയോടും വിനയത്തോടും ജീവിക്കാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്നിട്ട് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പക്ഷേ നീ ഈജിപ്തുകാർക്ക് അടിമയാകി എന്തിനാണെന്ന് ചോദിച്ചാൽ ഭൂമിയിലെ രാജാവും സ്വർഗീയ രാജാവും തമ്മിലുള്ള വ്യത്യാസം നീ മനസ്സിലാക്കാൻ വേണ്ടി കുറേ നാൾ നീ അടിമത്തിൽ ജീവിക്കേണ്ടി വരും. ഈജിപ്തിലെ ഭൂമിയിലെ രാജാവും സ്വർഗീയ രാജാവും തമ്മിലുള്ള വ്യത്യാസം, ഭൂമിയിലെ രാജാവ് നിന്നെ കഠിനമായി വേദനിപ്പിക്കും, പക്ഷേ സ്വർഗീയ രാജാവ് ഇന്നും നിന്നെ സംരക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് സങ്കീർത്തനക്കാരും പാടിയ കാര്യം നമ്മൾ ഓർക്കുക. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ച് ജീവിപ്പാൻ നമുക്കിടയാകണം. 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു, ഈജിപ്റ്റ് രാജാവ് വന്ന് ഇവരുടെ യെരുശലേം അദ്ദേഹം പിടിച്ചടക്കുന്നു, യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നു, അവിടുത്തെ സമ്പത്തുകൾ കൊള്ളയടിക്കുന്നു, സ്വർണം കൊണ്ട് ശലോമോൻ ഉണ്ടാക്കിയതായ പരിചകൾ വരെ അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുപോയി. അതിനു പകരം റഹബയാം ഓടുകൊണ്ടുള്ളതായ പരിച ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വരുന്നു. അവരുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും അവൻ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം ഭൂമിയിലെ രാജാവിൻ്റെ സ്വഭാവം ഇതാണെന്ന് നീ മനസ്സിലാക്കണം. പക്ഷേ യഹോവയായ ദൈവം അങ്ങനെയല്ല. ദൈവം ആത്യന്തികമായ സ്നേഹമാണെന്നുള്ള വലിയ സത്യം അവനെ ഇവിടെ ആക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരവസ്ഥ അവർക്ക് ചെയ്തത്. ഇപ്പോൾ രാജാവ് വരുന്നതായ സമയത്ത് ഈ ഓടുകൊണ്ടുള്ളതായ പരിച അങ്ങനെ ഒക്കെ അദ്ദേഹത്തെ കൊണ്ട് സ്വീകരിക്കുക, അതിനുശേഷം അത് കാവൽപ്പുരയിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരികയാണ്. അത്രമാത്രം ആ ഇസ്രായേൽ വീണ്ടും ആ ജനം എളിമപ്പെട്ടപ്പോൾ, രാജാവ് എളിമപ്പെട്ടപ്പോൾ പിന്നെന്താ നമ്മൾ വായിക്കുന്നത്, ദൈവകോപം ഒഴിഞ്ഞുപോയി എന്നാണ്. ദൈവം അന്നേരം അനുദപിക്കാനൊരു മനസ്സ്, എളിമപ്പെടാനൊരു മനസ്സ് വന്നു. അപ്പോൾ ദൈവകോപം ഒഴിഞ്ഞു പോവുകയാണ്. വീണ്ടും അവന് പ്രാബല്യത്തോടെ നാടുവാഴുന്നൊരു സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു, 17 വർഷം ഭരിച്ചു എന്ന് വായിക്കുന്നു. 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, റഹബയാം വീണ്ടും ഹൃദയപൂർവ്വം അവൻ ഇത് തിന്മ ചെയ്തു. എന്താണ് ഹൃദയപൂർവ്വം തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ? മനഃപൂർവമായി തെറ്റ് ചെയ്യുക, പാപം ചെയ്യുക എന്നുള്ളതാണ്. യാദർച്ഛികമായി സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് പാപം ഉണ്ടാകാം. അതൊക്കെ ദൈവം നമ്മളോട് പെട്ടെന്ന് ക്ഷമിക്കും, സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ്. എന്നാൽ ഹൃദയപൂർവ്വം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഏറെ വേദന ഉണ്ടാക്കുന്നതാണ്. നമ്മളും ഒരു മനുഷ്യനോട് യാദർച്ഛിക കോപം വരുമ്പോൾ പറഞ്ഞു പോകാം, നമുക്ക് പല വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ മനഃപൂർവ്വം നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതായ സംഭവമാണ്. പുതുനിയമത്തിൽ അതിനെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നു, യാദർച്ഛിക പാപം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് മനഃപൂർവ്വമായ പാപം എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഹൃദയപൂർവ്വം പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ എന്ത് സംഭവിച്ചു? യെരോബെയാം ഇവനോട് വീണ്ടും യുദ്ധത്തിന് വരുന്നു. അവൻ്റെ മരണം വരെയും ആ യുദ്ധത്തിൻ്റെ ഒരു പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം അവൻ ഇതിൻ്റെ പിതാക്കന്മാരോട് ചേരുന്നു. അവൻ്റെ മകൻ അബിയ ഭരണമേൽക്കുന്നതായി ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ അധ്യായത്തിൽ നമുക്ക് തരുന്നതായ ഒരു വലിയ ചിന്ത ഇതാണ്: നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമുക്കെന്നും സംരക്ഷകനായിരിക്കും. ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥനാകും. അപ്രകാരം അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകാതെ നമുക്ക് ജന്മം നൽകി നമ്മളെ സ്നേഹിച്ച് ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിതമായി ജീവിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന് നമ്മളെ എല്ലാവരെയും
സഹായിക്കുമാറാകട്ടെ.